ഹലോ. ഇപ്പൊ സമയം ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പ്. അപ്പം നമ്മളിതാ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടിയിലുള്ള ഹോട്ടൽ കട്ടൻസിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഫുഡ് വ്ലോഗാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഓപ്പൺ കിച്ചൺ കാണാൻ പറ്റും. പിന്നെ അതവിടെ ഫ്രണ്ടിലായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനും ഫിഷും ബീഫും എല്ലാം ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ജ്യൂസ് കോർണർ ഉണ്ട്. രണ്ട് കിച്ചണും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ലൈവായിട്ട് കാണാൻ പറ്റും. കിച്ചണിൽ വർക്കേഴ്സ് ഭയങ്കര ബിസിയാണ്, കാരണം അത്രയും തിരക്കുണ്ട്. അപ്പം നമ്മൾ അവരെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യണില്ല. ഞങ്ങൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മക്കളവിടെ ഇരുത്തിയിട്ട് ഫുഡ് കഴിക്കാം. നമുക്കിപ്പോൾ ഇലു അത്ര വലുതാവാത്തതുകൊണ്ട് ഈ സെക്ഷൻ അത്ര ആവശ്യമില്ല. പിന്നെ ഇതാ കുറച്ചും കൂടെ അകത്തേക്ക് പോയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കോർണർ ഉണ്ട് കേട്ടോ. അവിടെ അവരൊരു പോണ്ടും വാട്ടർഫോളൊക്കെ ആക്കിയിട്ട് പിന്നെ കുറച്ച് മീനൊക്കെ വെച്ച് നല്ല രസത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഹിലുവിനായിട്ട് അവിടെ കളിച്ചിരുന്നു. കുറച്ച് നേരം അവിടെ കളിച്ചിരുന്നു. പിന്നെ നമുക്കൊരു ഫാമിലി റൂം വേക്കൻ്റ് ആയി വന്നപ്പോൾ നമ്മൾ വേഗം അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ വെച്ച് സെക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതല്ലാണ്ട് വേറെ നോൺ എ സി ആൻഡ് എ സി സെക്ഷൻ ഉണ്ട്. നമുക്ക് മുകളിലുണ്ട് കുറച്ചൊരു പ്രൈവസി ഉള്ള സ്ഥലവും അതുപോലെ സോഫ ഉള്ള ഒരു സെറ്റപ്പുമാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നത്. ഇവിടെ കുറച്ച് അധികം ആൾക്കാർ ഇരിക്കുന്ന ഏരിയ ആണ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഇവിടെ തന്നെ നമുക്ക് സീറ്റിംഗ് ചെയ്തു തന്നു. നമ്മൾ ഈ വഴി പോകുമ്പോഴൊക്കെ ഇവിടുത്തെ ലൈറ്റും സെറ്റപ്പൊക്കെ കാണുമ്പോൾ ഇവിടെ കയറണം എന്ന് വിചാരിക്കാറുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പം നമുക്ക് അതിന് സാഹചര്യം വന്നത്. എൻ്റെ നാത്തൂൻ്റെ ഡെലിവറി ഇവിടെ റിലീഫ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ് നമ്മളിന്ന് കയറിയത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. വാട്ടർ മെലണിൽ ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. കിട്ടിയപ്പോൾ തന്നെ ഇലു അതിലേക്ക് ചാടി മറിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അവൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം നല്ല തിരക്കാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരു കല്യാണ വീട്ടിലൊക്കെ പോയ പോലെ ഒരു ടേബിൾ പോലും ഒഴിവില്ല, അത്രയും തിരക്കുണ്ട്. ഈ സമയത്ത് ഇത്രയും തിരക്കുണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ ആണ്, പക്ഷെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഗാർലിക് ചിക്കൻ ആണ്. തിരക്കൊണ്ടായിരിക്കും മാറിപ്പോയത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ബട്ടർ നാനും ഒരു ഗാർലിക് നാനും പിന്നെ ഒരു നോർമൽ അൽഫാമും ആണ്. നമ്മൾ രണ്ടുപേരായതുകൊണ്ട് അധികം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഫുഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അധികം സമയം കളയാതെ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. കാരണം ഈലു എത്ര നേരം നമുക്ക് ഫ്രീ ആയിട്ട് തരും എന്നറിയില്ല. ഷെഫാൻക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് സൈഡിലൂടെ മെല്ലെ ഇങ്ങനെ തുടങ്ങുകയാണ്. അധികം നേരമൊന്നും ഹിലുവിന് കൊടുക്കാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവൾ അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. അപ്പോൾ വേഗം ഞാൻ ബാക്കിയുള്ള സമയം കൊണ്ട് കഴിച്ചു തീർത്തു. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വാട്ടർമെലൺ മൊഹിറ്റോയും പിന്നെ ഒരു ലൈമാണ് ഓർഡർ ചെയ്തത്. ഫുഡ് അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ലൈമ് കുടിച്ച് തീർത്തു. അതുകൊണ്ട് ലൈമിനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഫുഡൊക്കെ നമ്മളൊരു വിധത്തിലാണ് കഴിച്ച് തീർത്തത്. ഹിലു ഒന്നിനും സമ്മതിക്കുന്നുണ്ടായില്ല. അവൾക്ക് എല്ലാം കിട്ടണം. അപ്പോൾ ഷഫാൻക്ക് അവിടെ മൊയ്റ്റൊക്കെ നിന്നാണ് കുടിക്കുന്നത്. ചെറിയ മക്കളെയൊക്കെ കൊണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഏകദേശം അവസ്ഥ. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നോർമൽ ടേസ്റ്റാണ്, കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരായതുകൊണ്ട് നമ്മൾ അധികം വെറൈറ്റീസ് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ടർ ചിക്കന് പകരം ഗാർലിക് ചിക്കൻ തന്ന പോലെ തന്നെ ബില്ലിനകത്ത് വാട്ടർമെലണിന് പകരം പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ബില്ലടച്ച് പോന്നു.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ദാ ഇവിടെ ഫ്രണ്ടിൽ ഉപ്പയും ഉമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കാക്കു ദാ ഡാഡി ആയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളെ ഡെലിവറി പെട്ടെന്നായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏതായാലും റിനിയും ബേബിയും ഒക്കെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.